കേരളത്തിൽ വോട്ടർ പട്ടിക തീവ്ര പരിശോധന നടപടികൾ തുടരുന്നു. SIR-നെതിരായ ഹർജിയിൽ സത്യവാങ്മൂലവും തൽസ്ഥിതി റിപ്പോർട്ടും സമർപ്പിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീംകോടതി ആവശ്യപ്പെട്ടു. ഹർജികൾ ചൊവ്വാഴ്ച സുപ്രീംകോടതി വീണ്ടും പരിഗണിക്കും. SIR-ന്റെ പേരിൽ രാഷ്ട്രീയ പാർട്ടികൾ അനാവശ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീംകോടതിയെ അറിയിച്ചു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ SIR നീട്ടിവെക്കണമെന്നായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം. എന്നാൽ നിലവിലെ SIR നടപടികളിൽ ഇടപെടാൻ സുപ്രീംകോടതി തയ്യാറായില്ല. വിഷയത്തിൽ തിങ്കളാഴ്ചയ്ക്കകം സത്യവാങ്മൂലം സമർപ്പിക്കുവാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും സുപ്രീംകോടതി നിർദ്ദേശിച്ചു. കേരളത്തിലെ SIR നടപടികളുടെ തൽസ്ഥിതി റിപ്പോർട്ട് സമർപ്പിക്കുവാനും സുപ്രീംകോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേസ് ഡിസംബർ 2-ന് വീണ്ടും കോടതി പരിഗണിക്കും. കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ സംസ്ഥാനം നേരിടുന്ന ബുദ്ധിമുട്ടുകൾ കോടതിയെ ധരിപ്പിക്കുമെന്ന് അഭിഭാഷകൻ ഹാരിസ് ബിരാൻ വ്യക്തമാക്കി. BLOമാരുടെയും ബുദ്ധിമുട്ടുകളെല്ലാം കോടതിയെ ധരിപ്പിച്ച് കോടതി അതിനകത്ത് കൺവിൻസ് ആവുകയാണെങ്കിൽ കോടതിക്ക് തന്നെ ഈ ഡേറ്റുകൾ നീട്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ 2-ാം തീയതി നമ്മളുടെ ഒരു ടാസ്ക് എന്ന് പറയുന്നത് ഈ പറയുന്ന ബുദ്ധിമുട്ടുകളെല്ലാം കോടതിയെ ധരിപ്പിക്കുക. അതേസമയം കേസ് പരിഗണിച്ചപ്പോൾ രാഷ്ട്രീയ പാർട്ടികളാണ് കേരളത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് കമ്മീഷൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടി. എന്നാൽ കമ്മീഷൻ പറയുന്നതല്ല സാഹചര്യമെന്ന് കേരള സർക്കാർ എതിർവാദം ഉന്നയിച്ചു. BLOമാരുടെ ആത്മഹത്യയടക്കം കോടതിയിൽ ഹർജിക്കാർ ചൂണ്ടിക്കാട്ടി. കേരളത്തിലെ സാഹചര്യം വ്യത്യസ്തമെന്ന് പറയുമ്പോഴും വിഷയത്തിൽ അടിയന്തരമായി ഇടപെടാൻ സുപ്രീം കോടതി തയ്യാറായിട്ടില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമർപ്പിക്കുന്ന തൽസ്ഥിതി റിപ്പോർട്ട് അടക്കം പരിശോധിച്ചായിരിക്കും കേസിലെ സുപ്രീം കോടതിയുടെ തുടർ നടപടികൾ. ഡൽഹിയിൽ നിന്നും ഇമ്രാൻ അൻസാരിക്കൊപ്പം അരവിന്ദ് പിയ, മീഡിയ 1.